ഓരോ മലയാളികളുടെയും മനസ്സ് നിറയിച്ച ദിവസമാണെന്ന് പറയുമ്പോൾ തന്നെ കോരിത്തരിക്കുന്നു. സഞ്ജു വിശ്വനാഥ് സാംസൺ, സഞ്ജു വി സാംസൺ. എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല. എനിവേ, എന്തായാലും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. വളരെ നാളുകൾക്ക് ശേഷം, വളരെ നാളുകൾക്ക് ശേഷം വളരെ ആഗ്രഹിച്ച് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നു എന്ന് പറഞ്ഞൊരു ദിവസമാണെന്ന് കടന്നുപോയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഡുവോ ഡൈ മാച്ച്, ജയിച്ചാൽ സെമി, തോറ്റാൽ പെട്ടിമടക്കി 2020 ലോകകപ്പിൽ നിന്ന് പുറത്താവാം എന്നുള്ള സിറ്റുവേഷനിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടുന്നു. ഹോട്ട് ഫേവറേറ്റുകളായി വന്ന ഇന്ത്യ സൂപ്പർ 8 വരെ തട്ടിമുട്ടിയും അല്ല, ഒരുവിധം കുഴപ്പമില്ലാതെ കളിച്ച് കയറി. എന്ന സൂപ്പർ 8 ആദ്യത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് 8 നിലയിൽ പൊട്ടുന്നു. ചേഞ്ചസ് വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റില്ല എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റേണ്ടി വരുന്നു. ഒറ്റ തോൽവി, താങ്ക്സ് ടു സൗത്ത് ആഫ്രിക്ക. കാരണം സൗത്ത് ആഫ്രിക്ക അന്ന് അമ്മാതിരി അടി ഇന്ത്യക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇമ്മാതിരി പെർഫോമൻസ് സഞ്ജുവിൻ്റെ ഭാഗത്ത് വരില്ലായിരുന്നു. സഞ്ജുവിന് ടീമിലെടുത്തത് ഒറ്റ പരാജയം കാരണം കൊണ്ടാണ്. ഒരു പരാജയമൊക്കെ നല്ലതാണ്. അപ്പോൾ പരാജയത്തിന് മനസ്സിലാക്കുക എന്താണ് മിസ്റ്റേക്ക് തിരുത്തി മാനേജ്മെൻറ്റ്. അങ്ങനെയാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് വരുന്നത്. സിംബാബ്വെക്കെതിരെ ടീമിലേക്ക് വരുന്നു. 14 പന്തിൽ 25-14 ഒരു ക്രൂഷ്യൽ നോക്ക് സഞ്ജുവിൻ്റെ എന്ന് വരുന്നു. ഇന്ത്യൻ ബാറ്റേഴ്സ് ഫുൾ പവർ ഹൗസായി 256 റൺസ് എടുത്തുന്നു. അടുത്ത മത്സരത്തിൽ സഞ്ജു ഉറപ്പായി ടീമിലുണ്ടെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. സഞ്ജു ഇറങ്ങുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ 196 റൺസ് വിജയലക്ഷ്യം വെസ്റ്റ് ഇൻഡീസിൻ്റെ മുമ്പിൽ വെക്കുന്നു. എങ്ങനെയാവും ഒന്നും അറിയില്ലാത്ത കളിയിൽ സഞ്ജു വി സാംസൺ സ്റ്റാൻഡിലേക്ക് വിരാട് കോഹ്ലി എങ്ങനെയാണ് ചേസിംഗിൽ ഇന്ത്യക്ക് രക്ഷയാക്കുന്നത്, അതേപോലെ സഞ്ജു സാംസൺ ഒരറ്റത്ത് നിന്നു. 97 റൺസ്. സെഞ്ചുറി കിട്ടാത്തൊരു വർഷമുണ്ട്. എന്നിരുന്നാൽ പോലും സെഞ്ചുറിയേക്കാൾ മാധുര്യമേറിയ പെർഫോമൻസാണ് സഞ്ജു വി സാംസന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. 50 ബോളിൽ നിന്ന് 97 റൺസ്, 4 6-ഉം 12 4-ഉം. ഗ്രേറ്റ് ഇന്നിങ്സ്. ഇത് പോലെ മച്ച. സഞ്ജു വി സാംസൺ ഇനി തുടർന്നുള്ള സെമിഫൈനലും ഫൈനലും കളിക്കുമ്പോൾ ധാരാളം മതി. അടുത്ത ഇനി 2020 മത്സരം വരുമ്പോൾ സഞ്ജു വി സാംസൺ ഇറക്കുന്ന 100% ഉറപ്പാണ്. മാതിരി പെർഫോമൻസാണ് സഞ്ജു സാംസൺ പുള്ളി ചെയ്തിരിക്കുന്നത്. സഞ്ജു വി സാംസൺ ഒരു നെക്സ്റ്റ് ബ്രാൻഡായിട്ട് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലിക്ക് ശേഷം ഒരു ബ്രാൻഡ് എന്നുള്ള ലെവലിലേക്ക് സഞ്ജു വി സാംസൺ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചെന്നൈ എന്തായാലും വിസിൽ പോടൂ. ചെന്നൈ സൂപ്പർ കിങ്സിലെ ആളെ എടുത്തു. ഇനി 50 ബോളിൽ 97 റൺസിൻ്റെ പെർഫോമൻസോട് കൂടി മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സഞ്ജു വി സാംസന് തേടിയെത്തി. 12 4-ഉം 4 6-ഉം അടക്കം സഞ്ജു വി സാംസന്റെ പ്രകടനം. ബാക്കി പ്ലെയേഴ്സ് അവരുടേതായ സംഭാവന നൽകി. നമ്മുടെ അഭിഷേക് ശർമ്മ ഒന്നുകൂടി നിരാശപ്പെടുത്തി. 11 ബോൾ 10 അഭിഷേക് ശർമ്മ എടുത്തത്. പിന്നെ വന്ന ഇഷാൻ കിഷാനും അധികം കളിച്ചില്ല, പെട്ടെന്ന് ഔട്ടായി. സൂര്യകുമാർ യാദവ് ആൾക്ക് പറ്റാതെ കളിച്ചു. 5th ഇറങ്ങിയത്, കഴിഞ്ഞ കളി 5th ഇറങ്ങിയത് ഹാർദിക് പാണ്ഡ്യ ആണെങ്കിൽ ഈ കളി 5th ഇറങ്ങിയത് തിലകവർമ്മയാണ്. നല്ല പ്രകടനം തിലകവർമ്മയുടെ ഭാഗത്തുണ്ടായി. ഹാർദിക് പാണ്ഡ്യ കളി കളിച്ചു. അവസാനം ജയിക്കുമ്പോൾ സഞ്ജുവിന് കോമ്പിനേഷനായി വന്നത് ശിവൻ ദുബെ ആയിരുന്നു. 3 ബോളിൽ നിന്ന് 9 റൺസ് 2 4 അല്ലെങ്കിൽ പ്രഷർ കുറച്ചു. അവസാനത്തെ 2 ബോളിൽ 1 ബോൾ 6 അടിച്ച് അടുത്ത ബോൾ 4 അടിച്ച് സഞ്ജു സാംസൺ കളി അവസാനിപ്പിച്ചു. വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ്. ഒന്നും പറയാനില്ല. വാട്ട് എ ഗ്രേറ്റ് പെർഫോമൻസ്. സഞ്ജു വി സാംസൺ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. സഞ്ജു വി സാംസന്റെ എബിലിറ്റിയെക്കുറിച്ച് ആർക്കും സംശയമില്ല. പക്ഷേ ആളുടെ കൺസിസ്റ്റൻസി, അതിനായിട്ടാണ് ഡൗട്ട് വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം കൊടുക്കേണ്ട കളിയിൽ അദ്ദേഹത്തിൻ്റെ കൊടുത്തു. എല്ലാ കളിയിലും ഇപ്പോൾ നമീബിക്കത്തെ കളി 8 ബോൾ 22. ടീമിന് എന്താണ് ആവശ്യം അത് കൊടുത്തു. ക്വിക്ക് സ്റ്റാർട്ട്. സിംബാബ്വെക്കത്തെ ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്തു. വലിയ റൺസ് നിർത്തില്ല. പക്ഷേ ഈ കളിയിൽ അദ്ദേഹം നിന്നു. നിൽക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിന്നു. നല്ല പെർഫോമൻസ്. സഞ്ജു വി സാംസൺ ഇത് തുടരുക.